ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, വീണ്ടും വചനം കേൾക്കുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗം. വേദപുസ്തകം അനുവാചകം ചെയ്യുന്നവരും അതുപോലെ സ്ഥിരമായി വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഈ വേദഭാഗം വളരെ പരിചിതമാണ്, ചിരപരിചിതമാണ്. ഇത് സക്കായിയെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. സക്കായിയുടെ മാനസാന്തരമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ദൈവമക്കളെ, സക്കായി ആരാണ്? സക്കായി റോമ ഗവൺമെൻറ്റിനു വേണ്ടി യെറീഹോവിൽ കരം പിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചീഫ് ടാക്സ് കളക്ടർ. വളരെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. സഹോദരങ്ങളെ, ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വളരെയേറെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണിത്. സുവിശേഷങ്ങളിൽ വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചുങ്കക്കാരിൽ പ്രമാണിമാരുണ്ട് എന്ന് വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. യേശുവിനെ കാണാൻ അനേകർ കടന്നു വന്നിട്ടുണ്ട്. ഏതെങ്കിലും അത്യാവശ്യങ്ങൾക്കും, അല്ലെങ്കിൽ പരീശന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കുറ്റം കാണുന്നതിന് വേണ്ടി യേശുവിനെ കാണാൻ വന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 25 വരെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ യവനന്മാർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് വന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. അവരൊക്കെ യേശുവിനെ കാണുവാൻ വന്നവരാണ്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 8-9 വാക്യങ്ങൾ ഹെരോദാവിനെ കുറിച്ച്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ എന്തെങ്കിലും അതിശയങ്ങൾ, അത്ഭുതങ്ങൾ കാണിക്കുമോ എന്ന ആഗ്രഹത്തോടെ. എന്നാൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചവർ വളരെ ചുരുക്കമാണ്. ഇവിടെ ഈ സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. മൂന്നാമത്തെ കാര്യം, ഈ ഭാഗത്ത് വായിച്ചു വരുമ്പോൾ യേശു സ്വയമേ ഒരു വീട്ടിൽ അതിഥിയായിട്ട് ചെല്ലുന്നതായിട്ട് നാം കാണും. അങ്ങനെ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ എരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അവൻ എരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ, ദൈവമക്കളെ, ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓരോന്നും നിർത്തി വായിച്ച് പഠിക്കണം. എരീഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ, യഥാർത്ഥത്തിൽ നാം ആ ഭാഗം മുഴുവനായിട്ടും വായിക്കുമ്പോൾ, ആ സംഭവം മുഴുവൻ വായിക്കുമ്പോൾ, എരീഹോവിൻ്റെ വഴിയോരത്തുകൂടി യേശു കടന്നുപോയെന്ന് രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ യേശു സക്കായിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല,
യേശു സക്കായിയുടെ വീട്ടിലൂടെ കടന്നുപോയി. ദൈവമക്കളെ, യേശു സക്കായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഒരിക്കലും സക്കായി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റം. ആ ഭവനത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു സംഭവം കേട്ടിരിക്കുന്നത് പോലെ അലംഭാവത്തോടെ ഇരിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എൻ്റെ യേശുവേ, അന്ന് കർത്താവ് ആ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ, ആ നാളുകളിൽ ആ യെരിഹോവിൽ കൂടി അവസാനമായിട്ട് കടന്നു പോകുമ്പോൾ പിന്നീട് ഒരിക്കലും യേശു ആ യെരിഹോവിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അവൻ ക്രൂശ് മരണം അനുഭവിച്ച് പിന്നെ യെരിഹോവിൽ കടന്നു വന്നിട്ടില്ല. ആ യേശു അന്ന് ആ ജീവിതത്തിലേക്ക്, ആ സക്കായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലെ എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നീ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ക്രിസ്തു ജീവിക്കുന്നു, ഒരു യേശു ജീവിക്കുന്നു. അന്ന് ആ യേശു ആ യെരിഹോവിൻ്റെ തെരുവിലൂടെ കടന്നുപോയി. അവൻ സക്കായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതിന് സക്കായി എന്താണ് ചെയ്തത്? സക്കായി ഓടി കാട്ടത്തീമേൽ കയറിയിരുന്നു. കാരണം എന്താണ്? യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിച്ചു. അന്നേരമാണ് ചില വിഷയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സ്വന്തം ബലഹീനത മനസ്സിലാക്കുന്നത്. താൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ സാധിക്കില്ല. ആ അവസ്ഥയിൽ, ആ നിലവാരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ ഈ പുരുഷാര ചുറ്റും, യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് യേശുവിനെ കാണാൻ സാധ്യമല്ല. അതിന് സക്കായി എന്ത് ചെയ്തു? സക്കായി ഓടി കാട്ടത്തിമേൽ കയറി യേശുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ ഇരുന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. ദൈവമക്കളെ, ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുമ്പോഴാണ്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. സ്വന്തം ബലഹീനതകൾ മനസ്സിലാക്കുന്നത്, സ്വന്തം കുറവുകൾ മനസ്സിലാക്കുന്നത്. സക്കായി അനേകരെ കണ്ടിട്ടുണ്ട്. അനേകരുടെ വീട്ടിൽ പോയി ചുങ്കം പിരിക്കുന്നവനാണ്. അദ്ദേഹത്തിന് അവിടെ ഓഫീസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഓഫീസിൽ അനേകർ വന്നിട്ടുണ്ടായിരിക്കാം. വിവിധ ചുങ്കം പിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അനേകർ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നുമില്ലാത്ത ഒരു വിഷയം ഇപ്പോൾ സക്കായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. താൻ വളർച്ചയിൽ കുറിയവനാണ്. തൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. ഇതാ, ഈ ബലഹീനതകളിലേക്കൊന്നും സക്കായി നോക്കി നിന്നില്ല. അതൊന്നും തൻ്റെ ആഗ്രഹത്തെ പുറകോട്ട് മാറ്റിയില്ല. ആ ആഗ്രഹത്തിന് മങ്ങലേൽപ്പിച്ചില്ല. അവൻ എങ്ങനെയായാലും അവൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുവാൻ അവൻ പിന്നീട് ചിന്തിച്ചില്ല. അവൻ ഒറ്റ ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ദൈവമക്കളെ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നിറവേറ്റി തരുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അതൊരു ചെറിയ ആഗ്രഹമാണെങ്കിലും വലിയ ആഗ്രഹമാണെങ്കിലും യേശുവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, ആ വ്യക്തിപരമായിട്ട് എൻ്റെ യേശുവിനെ എനിക്ക് കാണണം, എൻ്റെ യേശുവിനെ എനിക്ക് അനുഭവിക്കണം. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം വേണം. എൻ്റെ യേശുവിൻ്റെ പൊന്നു മുഖം, ആ തേജസ്സുള്ള മുഖം, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായ ഈ യേശുവിനെ എനിക്കൊന്ന് മുഖാമുഖമായി കാണണം. എൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന്, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എൻ്റെ യേശുവിനെ കാണാൻ സാധ്യമല്ല. എന്നാൽ എൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് എൻ്റെ യേശുവിനെ എനിക്കൊന്ന് കാണണം. എൻ്റെ യേശുവിൻ്റെ തേജസ്സൊന്ന് അനുഭവിക്കണം. ആ സന്നിധിയിലിരുന്ന് എനിക്ക് സകലതും മറന്ന് എൻ്റെ യേശുവിനെ അനുഭവിക്കണം എന്നുള്ള ഒരാഗ്രഹം നമുക്ക് വരാറുണ്ടോ? ദൈവമക്കളെ, പ്രതികൂലങ്ങളെ കണ്ട് അവൻ നിരാശരായില്ല. അവൻ ഓടുകയാണ്, മുമ്പോട്ട് ഓടുകയാണ്. കാട്ടത്തിമേൽ കയറി. ഇതാ, യേശു കടന്നു വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. യേശു കടന്നു വന്നപ്പോൾ യേശു അവിടെ നിന്നു. യേശു മുകളിലേക്ക് നോക്കി.
നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കണം. 19 അധ്യായം 5 വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു. സക്കായിയുടെ മുഖത്തേക്ക് യേശു നോക്കി. സക്കായി ആഗ്രഹിച്ച കാര്യം യേശു അറിഞ്ഞു. സക്കായി ഓടുന്നതും യേശു അറിഞ്ഞു. സക്കായി കാട്ടത്തിയുടെ മുകളിൽ കയറി ഇരുന്ന് ഒളിച്ചിരിക്കുന്നതും യേശു അറിഞ്ഞു. യേശു എല്ലാം അറിയുന്നുണ്ട്. യേശു എല്ലാം കാണുന്നുണ്ട്. ദൈവമക്കളെ, ഈ യേശു ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് യേശു അങ്ങോട്ട് കടന്നു പോയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, സക്കായി വീണ്ടും ആ കാട്ടത്തിയിൽ നിന്ന് ഇറങ്ങി നേരെ ആ ചുങ്കസ്ഥലത്തേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോകുമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ യേശു അവനെ വിളിച്ചു, സക്കായിയേ എന്ന് വിളിച്ചു. ദൈവമക്കളെ, യേശുവിൻ്റെ മുഖം കണ്ടാൽ മാത്രമായില്ല, യേശുവിൻ്റെ ശബ്ദവും കൂടി കേട്ടു സക്കായി. യേശുവിൻ്റെ ശബ്ദം കേട്ടു, സക്കായിയേ എന്നുള്ള വിളി. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ആ ഭാവം ചിന്തിച്ചപ്പോൾ ഒരു വ്യക്തിയും അവനെ സക്കായി എന്ന് വിളിച്ച് കാണുകയില്ല. സമൂഹം അവനെ വിളിക്കുന്നത് എങ്ങനെയാണ്? പാപിയായ മനുഷ്യൻ, ദ്രവ്യാഗ്രഹി, എന്തെല്ലാം പേരുകളാണ് അവനെ വിളിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട്? സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ്. സമൂഹം അറപ്പോടെ കാണുന്ന വ്യക്തിയാണ്. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പോലും അവർക്ക് മടിയാണ്. ഭവനത്തിലേക്ക് ആരും കടന്നു വരികയില്ല. അന്നത്തെ സമൂഹത്തിൽ ചുങ്കക്കാരുടെ അവസ്ഥ അതായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായം 30 വാക്യവും 15 അധ്യായം 1 വാക്യവും നമുക്ക് ഒന്നിച്ച് വായിക്കുമ്പോൾ അറിയാം. ഒരു ഭാഗം നമുക്ക് വായിക്കാം. 5 അധ്യായം 30 വാക്യം. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. ദൈവമക്കളെ, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പോലും, അല്ലെങ്കിൽ ഒന്നിച്ച് കാണുന്നതേ വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഈ വ്യക്തിയെ യേശു സക്കായിയേ എന്ന് വിളിക്കുകയാണ്. ദൈവമക്കളെ, ആ വിളിയിലൂടെ ദൈവസ്നേഹം പകർന്നു കൊടുക്കുകയായിരുന്നു. യേശു ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ എന്താണെങ്കിലും, ഇതുവരെയുള്ള പഴയകാലം എന്താണെങ്കിലും, ദൈവമക്കളെ, അതൊന്നും യേശു നോക്കുന്നില്ല. പഴയകാലങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടോ? അയ്യോ, എൻ്റെ ജീവിതം തകർന്നു പോയല്ലോ, നശിച്ചു പോയല്ലോ, അനേകം പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നല്ലോ. പ്രത്യാശയില്ലാതെ ആരെങ്കിലും ഇതിൻ്റെ നടുവിലിരിക്കുന്നുണ്ടോ? നിരാശപ്പെട്ട് വാടിയ മുഖത്തോടെ ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടോ? ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം. ഇതിലെല്ലാം ഭാരപ്പെട്ട് നിരാശപ്പെട്ട് എന്തിന് ജീവിക്കുന്നു? ദൈവമക്കളെ, ഇങ്ങനെ ചിന്തിച്ചാരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ ഓരോരുത്തരെയും അറിയുന്ന ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. നമ്മളെ വ്യക്തിപരമായി അറിയുന്ന ഒരു ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. അവൻ ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ദൈവമക്കളെ, അവൻ നമ്മുടെ ചാരേ കടന്നു വന്നിട്ടുണ്ട്, നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചോ, എന്തെല്ലാം കൊള്ളരുതായ്മകൾ ജീവിതത്തിൽ വന്നുവോ, ദൈവമക്കളെ, പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള അനേകം പാപബന്ധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ആ ബന്ധനങ്ങളെല്ലാം അഴിക്കുവാൻ, ആ ശാപങ്ങളിൽ നിന്നെല്ലാം വിമുക്തി തരുവാൻ, മോചനം തരുവാൻ യേശു കടന്നു വന്നിട്ടുണ്ട്. ആ യേശു കടന്നു വന്നിട്ട് നിങ്ങളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുകയാണ്. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1 വാക്യവും 45 അധ്യായത്തിന്റെ 3 വാക്യവും, യഹോവയായ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്.
മകനെ മകളെ, അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെട്ടിരിക്കണ്ട. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുമോ? അവനിലേക്കൊന്ന് നോക്കുമോ? യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവേ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ എനിക്ക് ഭാഗ്യം തന്നത്. ദൈവമക്കളെ, ഭൂരിപക്ഷത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മെ അടർത്തിയെടുത്തത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. മകളെ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കെന്നെ സ്നേഹിക്കാമോ? നിനക്ക് ഇനി മുതൽ എൻ്റെ പൈതലായി നിനക്ക് ജീവിക്കാമോ എന്ന് ആശയോടെ ക്രിസ്തു നമ്മോട് ചോദിക്കുന്നു, യേശു നമ്മോട് ചോദിക്കുന്നു. ദൈവമക്കളെ, ഇവിടെ സക്കായി താഴോട്ട് ഇറങ്ങി വന്നു. ദൈവമക്കളെ, അവിടെ ഒരു വാക്യമുണ്ട്, അവൻ സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സന്തോഷത്തോടെ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി, സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ദൈവമക്കളെ, യേശുവിനെ കൈക്കൊണ്ടു, യേശുവിനെ കൈക്കൊണ്ടു. യേശു എങ്ങനെയുള്ളവനെന്ന് സക്കായി അറിഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ഒരൊറ്റ വാക്കിലൂടെ, ഒറ്റ പേർ ചൊല്ലി വിളിച്ച ആ വാക്കിലൂടെ, ഹല്ലേലൂയ, ദൈവമക്കളെ, യേശുവിനെ അവൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. അതാണ് അവന് സന്തോഷം ലഭിച്ചത്. എന്നെ അറിയുന്നവനായ യേശു, എൻ്റെ പേരറിയുന്ന യേശു, എൻ്റെ ഊരറിയുന്ന യേശു. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ സന്നിധി കടന്നു വന്ന് അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തിരിക്കുന്നു, അവൻ തന്നിരിക്കുന്നു. ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ദൈവമക്കളെ, ഏവർക്കും, ഏത് നിലവാരത്തിൽ നിൽക്കുന്നവർക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മെ ആരും അറിയുന്നില്ലായിരിക്കാം, നമ്മെ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടിരിക്കുകയായിരിക്കാം, നമുക്ക് സ്ഥാനമില്ല, മാനമില്ല, അംഗീകാരമില്ല, സമൂഹത്തിൽ നമുക്കൊരു വിലയുമില്ലെങ്കിലും ദൈവമക്കളെ, നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. എന്താണ് അധികാരം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നാം ദൈവമക്കളാണോ? ഈ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടുവോ? ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, ദൈവമക്കളെ, ദൈവമക്കളാകുവാനുള്ള ഒരു പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ നിസ്സാരനായ എനിക്ക് ലഭിച്ച പദവി അത് മാത്രമാണ്. ദൈവമക്കളെ, ദൈവ പൈതലാകുവാൻ. ഹല്ലേലൂയ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ സ്നേഹം രുചിച്ചറിയുമ്പോഴും എല്ലാം വിടുവാൻ, എല്ലാം ഉള്ളുകൊണ്ട് മറക്കുവാൻ, ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക് ഭാഗ്യം ലഭിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ രുചിച്ചറിയുമ്പോൾ തന്നെ പാട്ട് വന്നു പോകും. ഹല്ലേലൂയ. ഇനി എൻ്റെ യേശു മതി. ഹല്ലേലൂയ. യേശു മതി, എനിക്കെൻ്റെ യേശു മതി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എനിക്ക് യേശു മതി, ആ സ്വത്ത് മതി. ഹല്ലേലൂയ. സമൂഹം വെറുത്താലും, മറ്റുള്ളവർ ഉപേക്ഷിച്ചാലും, മറ്റുള്ളവർ തള്ളിയാലും, ഹല്ലേലൂയ, ആരെല്ലാം കർത്താവേ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കെൻ്റെ യേശു മതി, എനിക്കെൻ്റെ യേശു മതി, അവൻ മതി. ഹല്ലേലൂയ. സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ ദൈവമക്കളെ? തീരുമാനിക്കാൻ തോന്നുന്നുണ്ടോ? ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ യേശുവേ, നിന്നെ ഞാൻ കൈക്കൊള്ളുന്നു, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ. ഈ ഹൃദയത്തിലേക്ക്, ഈ കൊച്ചു ഹൃദയത്തിലേക്ക് എൻ്റെ യേശുവിനെ ഞാൻ സ്വീകരിക്കുകയാണ്. അവൻ എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സക്കായിക്ക് ഭാഗ്യം ലഭിച്ചു, യേശുവിനെ കൈക്കൊണ്ടു. ദൈവമക്കളെ, ഇതാ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇതാ സക്കായി നിൽക്കുകയാണ്. സക്കായിക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് യേശു അവിടെ നിന്നു. യേശു നോക്കി, ഇതാ സക്കായിയുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ സക്കായി നിൽക്കുകയാണ്.
കാട്ടത്തിയുടെ ചുവട്ടിൽ നിന്ന യേശു സക്കായിയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിൽ ദൈവമക്കളെ ഇവിടെ സക്കായി നിൽക്കുകയാണ്. സക്കായി നിന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്നിട്ട് സക്കായി നിന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. യേശു നിന്ന് സക്കായിയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഇവിടെ സക്കായി നിന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. കാരണം എന്താണ്? ദൈവമക്കളെ സമർപ്പണം എടുക്കുകയാണ്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. ഇതാ സക്കായി ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. ദൈവമക്കളെ, സക്കായിയുടെ ആ പഴയ കാലങ്ങളിലേക്ക് നോക്കിയാണ്. സക്കായി എന്താ തീരുമാനിച്ചത്? നമുക്ക് വായിക്കാം 8-ാം വാക്യം. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, അവിടെ പാപബോധം ലഭിക്കുകയാണ്. ദൈവമക്കളെ, യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, യേശുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പാപബോധം ലഭിക്കും. നമുക്ക് പാപബോധം ലഭിക്കും. ദൈവമക്കളെ, അവൻ ദൈവസന്നിധിയിൽ പാപബോധത്തോടെ കരയുകയാണ്. പാപബോധത്തോടെ ദൈവസന്നിധിയിൽ തനിക്ക് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ തിരുത്തുവാനുള്ള, ദൈവമക്കളെ, അതിന് പരിഹാരം കാണാനുള്ള വഴി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പറയുകയാണ്. അതുവരെയും ജീവിതത്തിന് വില നിശ്ചയിക്കുന്നത് പണമായിരുന്നു. അതുപോലെ ദ്രവ്യാഗ്രഹത്തിലെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമായിരുന്നു സക്കായിയുടേത്. ജീവിതത്തിന് വില നിശ്ചയിച്ചത് പണമായിരുന്നു. എന്നാൽ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് സക്കായിക്ക് മനസ്സിലായി. അതാണ് മൂല്യവത്തായ ജീവിതമെന്ന് മനസ്സിലായി. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. ഇനി എങ്ങനെയെന്നാണ് തീരുമാനിക്കുന്നത്? ഞാനിതാ പാതി ദരിദ്രർക്ക് കൊടുക്കുകയാണ്. 4 മടങ്ങ് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കഴിച്ചിട്ട് യേശുവിനോട് പറയുകയാണ്. ദൈവമക്കളെ, ആ നടുറോട്ടിൽ നിന്നുകൊണ്ട്, ദൈവമക്കളെ, നടുറോട്ടിൽ നിന്നുകൊണ്ട് പുരുഷാരം കേൾക്കെ യാതൊരു ലജ്ജയുമില്ലാതെ ഇതാ സക്കായി മാപ്പ് പറയുകയാണ്. ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കുകയാണ്. എൻ്റെ പഴയകാലങ്ങൾ മുഴുവൻ അനേകം ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, മുഴുവൻ പാപമായിരുന്നു എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ, തെറ്റ് തിരുത്താനുള്ള സമർപ്പണത്തോടെ നിൽക്കുകയാണ്. അതിന് പശ്ചാത്തപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവമക്കളെ, അവൻ പിന്നീട് എന്താണ് നാം കാണുന്നത്? സ്വാർത്ഥത വെടിഞ്ഞു. ഇതുവരെയും സ്വാർത്ഥമതിയായിരുന്നു. എൻ്റെ പണം, എൻ്റെ സമ്പത്ത്, ഞാൻ നേടിയത്, അതെൻ്റെ കുടുംബത്തിന്, ഞാൻ സ്വാർത്ഥമതിയായിരുന്നു. എന്നാൽ ഉള്ളത് ഇല്ലാത്തവർക്ക് പങ്കുവയ്ക്കുവാനുള്ള ആ തന്മയീഭാവം അവൻ്റെ ഉള്ളിൽ ഉദിച്ചു വരികയാണ്. ദൈവമക്കളെ, മാനസാന്തരം ലഭിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനസാന്തരം വരുമ്പോഴുള്ള മാറ്റമാണ് നാം കാണുന്നത്. സ്വാർത്ഥത വെടിയുന്നു. തെറ്റ് തിരുത്താൻ ഇതാ തീരുമാനമെടുക്കുന്നു. അതിനെ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇതാ ദൈവസന്നിധിയിൽ തീരുമാനിക്കുന്നു. മാത്രമല്ല, ഭയങ്കര അഹങ്കാര ഭാവം വെടിഞ്ഞു. അഹങ്കാരത്തോട് യാത്ര പറഞ്ഞു. അവരനെ ഉൾക്കൊള്ളുവാനും ബഹുമാനിക്കുവാനും സക്കായിക്ക് സാധിച്ചു. ദൈവമക്കളെ, ദൈവസന്നിധി വ്യക്തമായ സമർപ്പണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങൾ പാപബോധത്തോടെ ദൈവസന്നിധി ഇന്ന് കരയണം. ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ജീവിതത്തിൽ തിരുത്താത്ത പാപങ്ങൾ ഏതൊക്കെയാണ്? ഇന്നും ഏറ്റുപറയാത്ത പാപങ്ങൾ എന്താണ്? കർത്താവേ, എൻ്റെ യേശുവേ, അതെല്ലാം ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിൻ്റെ കാൽവറിയുടെ ചുവട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. ആ പാപങ്ങളെല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. കർത്താവേ, എന്നെ ഒന്ന് പുതുക്കണമേ, എനിക്കൊരു മാനസാന്തരം തരണമേ. എല്ലാവരും പാപിയായ മനുഷ്യൻ്റെ വീട്ടിലേക്ക് യേശു കടന്നുപോയെന്ന് പറഞ്ഞ് പിറുപിറുത്തു. എന്നാൽ ദൈവമക്കളെയും, എന്നാൽ യേശു അവനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവനും അബ്രഹാമിൻ്റെ മകൻ. പേര് മാറ്റുകയാണ്, പേര് മാറുകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മകൻ എന്നുള്ള ആ പദവി, ഹല്ലേലൂയ, ആ അംഗീകാരം കൊടുക്കുകയാണ്. ദൈവമക്കളെ, മാനസാന്തരം, ഹല്ലേലൂയ, ജീവിതത്തിൽ മാനസാന്തരം ലഭിക്കുന്നത് ദൈവമക്കളെ, അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അല്ല, ഇനി എനിക്ക് മാനസാന്തരം വേണ്ട എന്ന് പറഞ്ഞ് നാം ആരും
ആശ്വസിച്ചിരിക്കേണ്ട ദൈവമക്കളെ. എല്ലാ ദിവസവും നമുക്ക് മാനസാന്തരം വേണം. മാനസാന്തരം കിട്ടുന്നതിന് നാം എങ്ങും പോകണ്ട. നാം ആ ക്രിസ്തുവിലേക്ക് നോക്കുക. എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ആ ക്രിസ്തുവിലേക്ക് നോക്കുക. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ പാപ വഴികളോട് യാത്ര പറയുന്നു. ഇന്നു മുതൽ ഞാനൊരു പുതിയ വ്യക്തിയായി ജീവിക്കും എന്ന് ആ പുതിയ സമർപ്പണത്തോടെ, പുതിയ തീരുമാനത്തോടെ മടങ്ങിപ്പോകണം ദൈവമക്കളെ. ആ വ്യക്തി മാനസാന്തരപ്പെട്ടപ്പോൾ കുടുംബം രക്ഷപ്പെടുകയാണ്. കുടുംബം രക്ഷപ്പെടുകയാണ്. ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എത്രമാത്രം കലുഷിതമായിരിക്കാം ദൈവമക്കളെ. അവിടെ ഒരു മനസ്സുണ്ടോ? ഇല്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ സക്കായിയുടെ ഭവനത്തിൽ യേശു കടന്നു വന്നു. ഇതാ സക്കായിക്ക് മാനസാന്തരം ലഭിക്കുന്നു. സക്കായിയുടെ കുടുംബം രക്ഷപ്പെടുന്നു. ദൈവമക്കളെ, നമ്മുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടണ്ടേ? ഇന്നത്തെ കുടുംബാന്തരീക്ഷം എത്രമാത്രം കലുഷിതമാണ് ദൈവമക്കളെ. പുറമെ ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കും, സന്തോഷിക്കും, ഒന്നിച്ചാണ് യാത്ര എല്ലാം. എന്നാൽ കുടുംബം താളം തെറ്റിയിരിക്കുന്ന അവസ്ഥയല്ലേ? ഇന്നവിടെ രക്ഷയുണ്ടോ? ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു മനസ്സുണ്ടോ ദൈവമക്കളെ? നമ്മുടെ കുടുംബാന്തരീക്ഷം എത്ര കലുഷിതമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ കർത്താവേ, ഞാൻ ഒരാൾ നിന്നുകൊള്ളാം. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ആ കുടുംബത്തിലേക്ക് ക്രിസ്തു കടന്നു വരും ദൈവമക്കളെ. ഹല്ലേലൂയ. യേശു കടന്നു വരും. ഹല്ലേലൂയ. ആണിപ്പഴുള്ള കരവുമായി യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഹല്ലേലൂയ. അത്താഴം കഴിക്കുന്ന അനുഭവം വേണമോ? ക്രിസ്തുമായി ഹല്ലേലൂയ ഒന്നിച്ച് നീങ്ങാം. ഹല്ലേലൂയ. യേശു ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ, ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റം അവിടെ നടക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. ആ ക്രിസ്തു കടന്നു വരുന്നു. ആണിപ്പഴുതുള്ള കരവുമായി അവൻ കടന്നു വരുന്നു ദൈവമക്കളെ. ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഹോളിൽ യേശു ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അവനാണ് നിങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ മുമ്പിൽ നിങ്ങൾ വീഴുമോ? ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുമോ? ആ ക്രിസ്തുവിനോട് നിങ്ങൾ ഒരു വാക്ക് പറയുമോ? ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.